നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമല ഭക്തനെന്ന നിലയിലും സംഭാവനകൾ നൽകിയ വ്യക്തി എന്ന നിലയിലും പരിചയപ്പെട്ടിട്ടുണ്ട്. സ്വർണ്ണ പൂശാനായി ബോർഡോ വ്യക്തികളോ അപേക്ഷ നൽകിയിട്ടില്ല. സ്വർണ്ണ പൂശിയകാരം ബോർഡിനെ സർക്കാരിനെ അറിയിച്ചിട്ടില്ല. മന്ത്രി എന്ന നിലയിൽ തനിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ലെന്നും കടകംപള്ളി പറഞ്ഞു. മുൻ മന്ത്രി എന്ന നിലയിൽ അറിയാവുന്നത് പറഞ്ഞു എന്നാണ് ചോദ്യം ചെയ്യൽ സ്ഥിരീകരിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്തത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായക ചോദ്യം ചെയ്യലാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു 2 മണിക്കൂർ സമയം നീണ്ട ചോദ്യം ചെയ്യലുണ്ടായത്. സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് സർക്കാരും CPM-ഉം. പത്മകുമാറിനെ പുറത്താക്കാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കടകംപള്ളിയെയും ന്യായീകരിക്കേണ്ട അവസ്ഥയായി. അതേസമയം മന്ത്രി എന്ന നിലയിൽ ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ലെന്ന ന്യായീകരണമാണ് CPM-ഉം കടകംപള്ളിയും മുന്നോട്ട് വയ്ക്കുന്നത്. കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യം എന്തെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. 2019 ദേവസ്വം മന്ത്രി എന്ന നിലയിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞുവെന്നാണ് കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞത്. കടകംപള്ളിക്ക് പുറമെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിൽ നിന്നും SIT മൊഴിയെടുത്തിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി അനുസരിച്ചാണ് അന്വേഷണ സംഘം കടകംപള്ളിയുടെ മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് വിവരങ്ങൾ. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണമാണ് കടകംപള്ളിയുടെ മൊഴിയെടുക്കൽ ഇത്രയും വൈകിയതെന്ന ആക്ഷേപവും ഉയർന്നുണ്ട്. പ്രതിപക്ഷം വിഷയത്തിൽ ആരോപണം കടുപ്പിക്കാൻ തന്നെയാണ് നീക്കം. സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളിക്ക് പരിചയമുണ്ടായിരുന്നതായി പത്മകുമാർ നേരത്തെ നൽകിയ മൊഴികളിലുണ്ട്. ഇരുവരും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നതായും പത്മകുമാർ മൊഴി നൽകിയതായും വിവരമുണ്ട്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് SIT കടകംപള്ളിയെ നേരിട്ട് കണ്ട് മൊഴിയെടുത്തതെന്നും പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേരത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ടെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന് കോടതി ജാമ്യം അനുവദിച്ചില്ല. പത്മകുമാറിന്റെയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ അവധിക്കാലം കഴിഞ്ഞ് പരിഗണിക്കുവാനാണ് ഹൈക്കോടതി മാറ്റിവെച്ചത്. ഹർജി എടുത്തപ്പോൾ തന്നെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്ന് വിമർശനമുണ്ടായല്ലോ എന്ന് ഹൈക്കോടതി ആവർത്തിച്ചു. 40 ദിവസമായി ജയിലിൽ കഴിയുന്നുവെന്നും ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു പത്മകുമാറിന്റെ വാദം. നേരത്തെ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് പത്മകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യ ഹർജികൾ അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കുവാനാണ് ഹൈക്കോടതി മാറ്റിയത്. മണ്ഡലകാലം കഴിയട്ടെ എന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത്. ജനുവരി 6-ാം തീയതിയാകും കോടതി ഹർജി പരിഗണിക്കുക. കേസിന്റെ അന്വേഷണം മന്ദഗതിയിലാണ് എന്നാണല്ലോ വാർത്തകളെന്നും കോടതി ആരാഞ്ഞു. ഒരു പരിധിക്കപ്പുറം പോകുന്നില്ല എന്നൊക്കെയാണ് കേൾക്കുന്നതെന്നും കോടതി വാക്കാൽ തന്നെ പരാമർശിച്ചു. അന്വേഷണം മന്ദഗതിയിലാകുമ്പോൾ എങ്ങനെ ജാമ്യം നൽകാനാകുമെന്നാണ് കോടതി ചോദിച്ചത്. വമ്പൻ സ്രാവുകളിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട് എന്നും കോടതി പറഞ്ഞു.